ഇന്നലെ സൂര്യയുടെ റെട്രോ ഫിലിം റിലീസായി. അധികം പ്രതീക്ഷയൊന്നുമില്ലാണ്ടാണ് ഫിലിം കാണാൻ പോയത്. എന്നാലും സൂര്യയുടെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാർത്തിക് സുബരാജാണ് ഫിലിം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഫിലിം എനിക്കൊരു ആവറേജ് അല്ലെങ്കിൽ ഒരു ഓക്കെ മൂവി ആയിട്ടാണ് തോന്നിയത്. എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, എന്നാൽ മൊത്തത്തിലൊന്നും സെറ്റായിട്ടില്ല. ഫിലിം തുടങ്ങി ആദ്യത്തെ 30 to 40 മിനിറ്റ്സ് കാണുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സൂര്യയുടെ ഒരു കംബാക്ക് ആണെന്നൊക്കെ തോന്നും. അത് കഴിഞ്ഞ് ഇൻ്റർവെൽ ആകുമ്പോഴേക്കും തീരുമാനവും. പിന്നെ സെക്കൻഡ് ഹാഫ് അത്ര പോരാ. ക്ലൈമാക്സ് ഒക്കെ നല്ല ബോറായിരുന്നു. സൂര്യ അതിലുള്ളത് കൊണ്ടും അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തുകൊണ്ടും ഫിലിം ലാസ്റ്റ് വരെ വലിയ കുഴപ്പമില്ലാണ്ട് കണ്ടു തീർത്തു. പൂജയാണ് ഇതിലെ ഹീറോയിൻ. പുള്ളിക്കാരി നൈസായിരുന്നു. ഇതിൽ നല്ലൊരു പോസിറ്റീവായിട്ട് തോന്നിയത് സന്തോഷ് നാരായണൻ്റെ മ്യൂസിക്കാണ്. പിന്നെ ഇതിൽ ഒറ്റ ഷോട്ടിലെടുത്ത കുറച്ച് സംഭവങ്ങളുണ്ട്. കനിമ സോങ്ങും പിന്നെ അതിൻ്റെ ഇടയിൽ ഫൈറ്റ്, ഡയലോഗ്സ്, പിന്നെ വീണ്ടും സോങ്, പിന്നെ വീണ്ടും ഡയലോഗ്സ്, ഫൈറ്റ്, അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ്സ് അതിൽ മേലെയോ സിംഗിൾ ഷോട്ടിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിലെ ഫ്രെയിംസൊക്കെ നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട്. കോസ്റ്റ്യൂം ആണെങ്കിലും ഫൈറ്റ്സ് ആണെങ്കിലും കാണാനൊക്കെ ആയിട്ട് കൊള്ളാം. പക്ഷേ തിയേറ്ററിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ എന്തൊക്കെയോ കണ്ടു എന്നുള്ളതേ ഉള്ളൂ. നല്ലൊരു ഫിലിം കണ്ട ഒരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല.